അമേരിക്ക ഏർപ്പെടുത്തിയ ഇറക്കുമതി താരിഫ് അത് ഇന്ത്യയിൽ മൊത്തത്തിൽ ബാധിക്കുന്നത് പോലെ തന്നെ കേരളത്തെയും സാരമായി ബാധിക്കാൻ പോവുകയാണ്. ഇതേക്കുറിച്ചുള്ള വിലയിരുത്തലാണ് ന്യൂസ് ട്രെൻഡ്സിൽ ആദ്യം. പല മേഖലകളിലും ഇത് നേരിട്ടോ അല്ലെങ്കിൽ പരോക്ഷമായോ ബാധിക്കും എന്ന് തന്നെയാണ് കൃത്യമായ സൂചനകൾ വരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് സമുദ്രോൽപ്പന്ന കയറ്റുമതിയിലും തുണിത്തരങ്ങളുടെ കയറ്റുമതിയിലും ആയിരിക്കും. അതോടൊപ്പം തന്നെ സുഗന്ധവിളകളുടെ കയറ്റുമതിയെയും ഇത് സാരമായി തന്നെ ബാധിക്കും. കാരണം അമേരിക്ക ഇവയ്ക്കെല്ലാം താരിഫ് കൂട്ടിയിരിക്കുകയാണ്. 50% മുകളിൽ 60% വരെയാണ് ഇത്തരത്തിൽ താരിഫ് വർധന ഉണ്ടായിരിക്കുന്നത്. അമേരിക്ക ഏർപ്പെടുത്തുന്ന ചുങ്കം ഭീഷണി കേരളത്തെ സാരമായി ബാധിക്കുമെന്ന ആശങ്ക കൂടുതൽ ശക്തമാവുകയാണ്. സംസ്ഥാനത്തിന്റെ പ്രധാന കയറ്റുമതിയെ വലിയ പ്രതിസന്ധിയിലാക്കും നിലവിലെ പ്രഖ്യാപനം. തുണിത്തരങ്ങൾ, ചെമ്മീൻ, സുഗന്ധവ്യഞ്ജനം, കശുവണ്ടി, കയർ തുടങ്ങിയ മേഖലയ്ക്കാണ് പ്രധാനമായും ആഘാതം നേരിടേണ്ടി വരിക. സംസ്ഥാനത്ത് കോവിഡ് മഹാമാരി കാരണമുണ്ടായതിനേക്കാൾ വലിയ സാമ്പത്തിക ഞെരുക്കം താരിഫ് യുദ്ധത്തിലൂടെ ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ വരുന്നത്. ഇതേക്കുറിച്ച് കഴിഞ്ഞ ദിവസം ധനമന്ത്രിയും പ്രതികരിച്ചിരുന്നു. ആദ്യം TG സജിത്ത് ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന്. സജിത്ത്, ഒരു സംശയമില്ലാത്ത കാര്യമാണ്, ഇതിനകം തന്നെ വിലയിരുത്തൽ വരുന്നത്, ഒന്ന്, തുണിത്തരങ്ങൾ 60%-ഓളം താരിഫാണല്ലോ വരുന്നത്. 2, സുഗന്ധവ്യഞ്ജനങ്ങളുടെ കയറ്റുമതി സാരമായി ബാധിക്കും. കശുവണ്ടിയുടെ കാര്യത്തിൽ ഒരു പരിധിവരെ പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ ഇപ്പോൾ വരുന്നത്. പക്ഷേ പരോക്ഷമായി ബാധിക്കുമെന്നും ആ രംഗത്തെ ആളുകൾ പറയുന്നുമുണ്ട്. പക്ഷേ നിലവിൽ ഇത് പരിഹരിക്കുവാൻ ഒരു ശ്രമവും പറ്റുകയില്ലല്ലോ, അത് വിജയം കാണുന്നതും അല്ല. എങ്ങനെയാണ് ഓരോ മേഖലയിൽ നിന്നുള്ള പ്രതികരണം അമേരിക്കയുടെ ഈ താരിഫ് വർധനവിനോട്? മഞ്ജുഷ, ഈ അമേരിക്കയുടെ പുതിയ താരിഫ് നയം എങ്ങനെ ബാധിക്കുമെന്നതിൽ കൃത്യമായ കണക്കെടുപ്പുകളും വിലയിരുത്തലുകളും സാധ്യതകളും അത് സാമ്പത്തിക വിദഗ്ധരുടെ പല രൂപത്തിൽ വരികയാണ്. പ്രത്യക്ഷമായും പരോക്ഷവുമായും ഇതിന് വലിയ ആഘാതമുണ്ട് എന്നതാണ് പ്രാഥമികമായ കണക്കെടുപ്പ്. നിലവിൽ ഈ കയറ്റുമതി, ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതിയാണ് സ്വാഭാവികമായും ബാധിക്കുക. അത് ബന്ധപ്പെട്ട് നിൽക്കുന്ന മേഖലകളെ അതിഗുരുതരമായ സാഹചര്യം ഉണ്ടാക്കും. കേരളത്തിലേക്ക് വരുമ്പോൾ ഇതെങ്ങനെ ഈ പ്രതിസന്ധി ബാധിക്കുമെന്ന് നമുക്ക് വിശദമായി നോക്കാം. കേരളത്തിലെ തീരുവ പ്രതിസന്ധി, കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന പ്രതിസന്ധികൾ എങ്ങനെയാണ്? അതായത് ആദ്യം കേരളത്തിൽ നിന്നുള്ള കയറ്റുമതി ഇനങ്ങൾ നോക്കാം. മത്സ്യ ഉൽപ്പന്നങ്ങൾ, സുഗന്ധവ്യഞ്ജനം, കശുവണ്ടി, കയർ, തുണിത്തരങ്ങൾ. ഇതാണ് പൊതുവിൽ ഈ അമേരിക്കയുടെ പുതിയ നയം മൂലം കേരളത്തിൽ നിന്നുള്ള കയറ്റുമതിയെ നേരിട്ട് ബാധിക്കുക. ഇന്ത്യയുടെ പൊതു സാഹചര്യങ്ങളെ ബാധിക്കുന്ന നിരവധി വിഷയങ്ങളുണ്ട്. പക്ഷേ ഈ പ്രധാനപ്പെട്ട ഘടകങ്ങളായിരിക്കും ഇതിൽ ഏറ്റവും നിർണായകമായി വരിക. അതിൽ ഏറ്റവും നമുക്ക് പരാമർശിക്കേണ്ടത് മത്സ്യ ഉൽപ്പന്ന കയറ്റുമതിയാണ്. കാരണം ഇന്ത്യയുടെ ഏറ്റവും വലിയ മത്സ്യ ഉൽപ്പന്ന കയറ്റുമതി മാർക്കറ്റാണ് അമേരിക്ക. അമേരിക്ക ഇത്തരമൊരു നിയന്ത്രണം ഏർപ്പെടുത്തിയാൽ അമേരിക്കയ്ക്ക് ബദൽ മറ്റൊരു മാർക്കറ്റ് ഇന്ത്യക്ക് കണ്ടുപിടുത്തുക എളുപ്പമല്ല. ഇനി അത് സംസ്ഥാനങ്ങളുടെ അടിസ്ഥാനത്തിൽ എങ്ങനെ ബാധിക്കുമെന്ന് നോക്കിയാൽ ആന്ധ്രാപ്രദേശിനെ കഴിഞ്ഞാൽ കേരളത്തിനെയാണ് ഇത് ഏറ്റവും അധികം ബാധിക്കുക എന്നതാണ് മത്സ്യ ഉൽപ്പന്ന കയറ്റുമതിയിൽ ഏറ്റവും അധികം വെല്ലുവിളി. 25,000-ലധികം കോടിയുടെ മാർക്കറ്റാണ് ഈ മേഖലയിലുള്ളത്. അത് പൂർണ്ണമായും പ്രതിസന്ധിയിലേക്ക് പോകും എന്നൊരു സാഹചര്യമുണ്ട്. നമുക്കറിയാം, കേരളത്തിൻ്റെ ചെമ്മീന്, അതല്ലെങ്കിൽ നമ്മുടെ പരമ്പരാഗതമായ മത്സ്യയിനങ്ങൾക്കൊക്കെ കൃത്യമായ കയറ്റുമതി സാധ്യതകൾ മുന്നിക്കണ്ട് പ്രത്യേക ഹാച്ചറികൾ തയ്യാറാക്കി അങ്ങനെ കൃഷി ചെയ്ത് മുന്നോട്ട് പോകുന്നതാണ് നമ്മുടെ മേഖല. അതുകൊണ്ട് മത്സ്യോൽപ്പന്ന കയറ്റുമതിയെ അതിഗുരുതരമായി തന്നെ ഇത് ബാധിക്കുമെന്നതാണ് വിലയിരുത്തൽ. അതുകൊണ്ട് ബദൽ സാധ്യതകൾ തേടുന്നുണ്ട്. പക്ഷേ അത് അത്ര എളുപ്പമല്ല എന്നതാണ് അമേരിക്കയുടെ പുതിയ തീരുവ നയം കൊണ്ടുണ്ടാകുന്ന വെല്ലുകളിൽ മറ്റൊന്ന്. മറ്റൊരു ഘടകം സുഗന്ധവ്യഞ്ജനങ്ങളാണ്. നമുക്കറിയാം, കേരളത്തിൻ്റെ ഏറ്റവും വലിയ സാധ്യത സുഗന്ധവ്യഞ്ജനമാണ്. അതിന് അമേരിക്ക ഒരു മികച്ച വിപണിയാണ്. സ്വാഭാവികമായും അവിടെ തിരിച്ചടി ഉണ്ടാകും. അത് കേരളത്തെ ഗുരുതരമായി തന്നെ ബാധിക്കുമെന്നതാണ് സാഹചര്യം. കശുവണ്ടിയിലേക്ക് വരുമ്പോഴും സാഹചര്യം അതുതന്നെയാണ്. കേരളത്തിൽ നമുക്കറിയാം, കശുവണ്ടി മേഖല നിലവിൽ തന്നെ പ്രതിസന്ധിയാണ്. അതിനിടയിലാണ് ഈ പുതിയ നിയന്ത്രണങ്ങൾ, വ്യാപാര നിയന്ത്രണങ്ങൾ വരുന്നത്. സ്വാഭാവികമായും ഈ തീരുവ നയം ഉണ്ടാക്കുന്ന പ്രതിസന്ധി കശുവണ്ടി വേദയും വഹിക്കുന്നു. കയർ നമ്മുടെ കേരളത്തിൻ്റെ മാത്രം സ്പെഷ്യാലിറ്റിയാണ്. കയർ സ്വാഭാവികമായും ആലപ്പുഴ അടക്കമുള്ള തീരമേഖലകളിലെ കയർ നിർമ്മാണ കേന്ദ്രങ്ങളെ അതിഗുരുതരമായി ബാധിക്കുന്ന വിഷയമാണ്. നമുക്കറിയാം, ആഭ്യന്തര ഉൽപ്പാദനം അല്ലെങ്കിൽ ആഭ്യന്തര ഉപഭോഗം കയറിന് കുറയുമ്പോഴും വിദേശ മാർക്കറ്റ് ലക്ഷ്യമിട്ടുകൊണ്ട് നിരവധി പദ്ധതികൾ മുന്നോട്ട് വരുന്നു. അത്തരം കേന്ദ്രീകൃതമായ നിരവധി സാധ്യതകൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം പ്രതിസന്ധിയിലാകും കയർ മേഖലയിൽ ഉണ്ടാവുന്നത്. തുണിത്തരങ്ങളിലേക്ക് വരുമ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ തുണിത്തരം വിപണിയിൽ അതല്ലെങ്കിൽ വിദേശത്തേക്കുള്ള കയറ്റുമതിയിൽ കേരളത്തിന് വലിയ പങ്കാളിത്തമില്ലെങ്കിലും കേരളത്തിലെ സുപ്രധാനമായ ഒരു സ്ഥാപനമുണ്ട് ഈ വിഷയത്തിൽ നമുക്ക് പരാമർശിക്കാൻ. അത് കിറ്റെക്സ് ആണ്. കിറ്റെക്സിൻ്റെ പ്രധാനപ്പെട്ട വിപണി അമേരിക്കയാണ്. അമേരിക്കയിലെ വൻകിട വ്യാപാര ശൃംഖലകളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കിറ്റെക്സ് അവരുടെ തുണിത്തരങ്ങൾ വിറ്റഴിക്കുന്നത്. സ്വാഭാവികമായും പുതിയ വ്യാപാര നയം കിറ്റെക്സിനെ വലിയ പ്രതിസന്ധിയിലേക്ക് പോകും എന്നതാണ് മനസ്സിലാക്കുന്നത്. കിറ്റെക്സ് MD തന്നെ ആ സാഹചര്യം കൃത്യമായി പരാമർശിക്കുകയും ചെയ്തിട്ടുണ്ട്.
ഇനി എങ്ങനെയാണ് ഇത് കേരളത്തെ ബാധിക്കുന്നത് അത് നമുക്ക് പരിശോധിക്കാം. ബാധിക്കുന്ന മേഖലകൾ നമ്മൾ പരാമർശിച്ചു. എങ്ങനെ ബാധിക്കുമെന്ന് നോക്കുമ്പോൾ ആദ്യം സംഭവിക്കാൻ പോകുന്നത് തൊഴിൽ നഷ്ടമാണ്. അടുത്തത് നികുതി വരുമാനം കുറയുമെന്ന മറ്റൊരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. വൻകിട കമ്പനികൾ പ്രതിസന്ധി നേരിടും. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച കിറ്റക്സ് അടക്കമുള്ള കമ്പനികൾ നേരിടാൻ പോകുന്ന പ്രതിസന്ധിയാണ് സൂചിപ്പിക്കുന്നത്. മറ്റൊന്ന് ടൂറിസം രംഗത്തും തിരിച്ചടി. ടൂറിസം രംഗത്ത് ഇത് എങ്ങനെ ബാധിക്കുമെന്ന് ചോദിച്ചാൽ അതൊരു പരോക്ഷമായ തിരിച്ചടിയാണ്. കാരണം ടൂറിസം വ്യവസായം കേരളത്തിനെ സംബന്ധിച്ച് ഒരു വലിയ സാധ്യതയുള്ള ഇടമാണ്. ഈ വ്യാപാര നിയമം ഉണ്ടാക്കുന്ന സാമ്പത്തിക മാന്ദ്യം പൊതുവിൽ ടൂറിസം രംഗത്തെയും പരോക്ഷമായി ബാധിക്കുന്നതോടുകൂടി നമ്മുടെ വരുമാന സാധ്യതയിൽ വലിയൊരു തിരിച്ചടി ഉണ്ടാകുമെന്നതാണ് സാഹചര്യം. അങ്ങനെ നോക്കുമ്പോൾ തൊഴിൽ നഷ്ടത്തിന് പുറമെ നികുതി വരുമാനം കുറയുന്നു, വൻകിട കമ്പനികൾക്കുണ്ടാകുന്ന തിരിച്ചടി, ഒപ്പം ടൂറിസം രംഗത്തുണ്ടാകുന്ന തിരിച്ചടി എന്നതാണ് മറ്റൊരു സാധ്യത. ഇനി ഇത് കേരള സംസ്ഥാന സർക്കാരിനെ ഏത് രീതിയിൽ ഈ പ്രതിസന്ധി ബാധിക്കുമെന്നതും കൂടി പരിശോധിക്കാം. കഴിഞ്ഞ ദിവസം സംസ്ഥാന ധനമന്ത്രി തന്നെ ചില സൂചനകൾ പങ്കുവച്ചിരുന്നു. നമുക്കതിലേക്ക് വരുമ്പോൾ കേരളത്തിന് പൊതുവിൽ നമ്മുടെ വരുമാനത്തിൽ വലിയ തരത്തിലുള്ള നഷ്ടമുണ്ടാവാൻ സാധ്യതയുണ്ട്. അത് സ്വാഭാവികമായും നമ്മുടെ പൊതുജനാരോഗ്യ മേഖലയെ വെല്ലുവിളി ഉണ്ടാക്കും, വിദ്യാഭ്യാസ മേഖലയിൽ പ്രതിസന്ധി ഉണ്ടാക്കും. മറ്റൊന്ന് വിവിധ സർക്കാർ സേവനങ്ങൾക്ക് ഉണ്ടാവുന്ന പിന്നോട്ട് പോക്കാണ്. അതിനുമപ്പുറം സർക്കാർ നിയമനങ്ങളെ പോലും ഇത് ബാധിച്ചേക്കാമെന്നതാണ് സർക്കാരിൻ്റെ വിലയിരുത്തൽ. അതായത് ഇത് ചെറുതല്ല, അതിഗുരുതരമായൊരു പ്രതിസന്ധിയാണ് നമ്മളെ കാത്തിരിക്കുന്നത് എന്നതാണ്. കാരണം ഈ പുതിയ തീരുവ നയം ഉണ്ടാക്കുന്ന നഷ്ടം അതിൻ്റെ വ്യാപ്തി വിലയിരുത്തി വരുന്നത് പോലെയുള്ളൂ. നമുക്ക് നേരിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന സാഹചര്യങ്ങളിലേക്ക് പോകുമ്പോൾ ഇതാണ് സാഹചര്യം. ഇനി നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു കിറ്റക്സ് എന്ന കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കമ്പനി, നിരവധി ആളുകൾക്ക് തൊഴിൽ നൽകുന്ന കിറ്റക്സ് എന്ന എറണാകുളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആ കമ്പനിക്കുണ്ടാകുന്ന നഷ്ടം അത് നമുക്ക് പ്രത്യേകം പരാമർശിച്ച് പോകേണ്ടതുണ്ട്. കാരണം ആ കമ്പനി അമേരിക്കൻ മാർക്കറ്റ് ലക്ഷ്യമിട്ടുകൊണ്ട് അവരുടെ തുണിത്തരങ്ങൾ വിറ്റഴിക്കുന്നതിന് വേണ്ടി പ്രത്യേക പദ്ധതി ഒരുക്കിയിട്ടുണ്ട്. കിറ്റക്സിനെ ഇത് എങ്ങനെ ബാധിക്കുമെന്ന് നമുക്ക് നോക്കാം. കിറ്റക്സിലേക്ക് വരുമ്പോൾ അവരുടെ ബിസിനസ് ഓർഡറുകൾ നിലവിൽ തന്നെ റദ്ദായി കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഈ തീരുവ നയം പ്രതിസന്ധി മുന്നിൽ കണ്ടുകൊണ്ട് അമേരിക്കൻ കമ്പനികൾ ഇതിനകം തന്നെ ഇവരുമായുള്ള കരാറിൽ നിന്ന് പിന്നോട്ട് പോവുകയോ അത് റദ്ദാക്കപ്പെടുകയോ ചെയ്തു. അത് അവരുടെ വെല്ലുവിളി ഒന്നാണ്. രണ്ട്, ആന്ധ്രാപ്രദേശിലേക്കുള്ള കിറ്റക്സിൻ്റെ പ്രവേശനം ആ തീരുമാനം അവർ മാറ്റിവെച്ചു. ബിസിനസ് വൈവിധ്യവൽക്കരണത്തിൻ്റെ ഭാഗമായി തെലങ്കാനയ്ക്ക് പുറമെ ആന്ധ്രാപ്രദേശിലേക്കും കൂടി ക്ഷണം കിട്ടി കിറ്റക്സ് മറ്റൊരു സ്റ്റേറ്റിലേക്ക് കൂടി എൻട്രി ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ ആ ശ്രമം കൂടി ഇപ്പോൾ കിറ്റക്സ് തൽക്കാലം മാറ്റിവെച്ചിരിക്കുന്നു. കാരണം അമേരിക്കയുടെ പുതിയ തീരുവ നയമാണ്. അത് കിറ്റക്സ് MD തന്നെ വിശദീകരിച്ച കാര്യമാണ്. ഇനി എന്തുകൊണ്ട് അമേരിക്കയാണ് കിറ്റക്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിപണികളിലൊന്ന്. ഇതുമൂലം അവർക്ക് ഉൽപ്പാദനം കുറയ്ക്കേണ്ടി വരും. മറ്റൊന്ന്, ജീവനക്കാരെ വെട്ടിക്കുറയ്ക്കാൻ സാധ്യതയുമുണ്ട്. നിരവധി ആളുകളാണ് സംസ്ഥാനത്തിനകത്തും പുറത്തുമുള്ളവരായി കിറ്റക്സിൽ ജോലി ചെയ്യുന്നത്. അത് സ്വാഭാവികമായും വലിയ തരത്തിലുള്ള ഗുരുതരമായ പ്രതിസന്ധി ഉണ്ടാക്കുന്ന സാഹചര്യത്തിലേക്ക് തന്നെ പോകും. അതുകൊണ്ട് കിറ്റക്സ് എന്ന സ്ഥാപനം യഥാർത്ഥത്തിൽ നമ്മുടെ ടെക്സ്റ്റൈൽ മേഖലയിലെ കയറ്റുമതി മേഖലയിൽ കേരളത്തിന് വലിയ പങ്കാളിത്തമില്ലെങ്കിൽ കൂടിയും കിറ്റക്സ് എന്ന സ്ഥാപനം കേരളത്തിൽ വഹിക്കുന്ന പങ്ക് വലുതാണ്. അതുകൊണ്ട് കൂടിയാണ് നമുക്ക് കിറ്റക്സിനെ പ്രത്യേകം പരാമർശിച്ച് പോകേണ്ടി വരുന്നത്. ഇതാണ് പൊതുവിൽ ഈ മേഖലയിൽ ഉണ്ടാക്കുന്ന സാഹചര്യം. രാജ്യത്തിന് പൊതുവിൽ ഉണ്ടാക്കുന്ന മറ്റു സാഹചര്യങ്ങൾ നിരവധിയുണ്ട്. അത് ബാധിക്കുന്ന മേഖലകൾ വ്യത്യസ്തമാണ്. ആരോഗ്യ ആഭരണ മേഖലകൾ, ഇന്ത്യൻ നിർമ്മിത വാഹന മേഖലകൾ, വസ്ത്രവിപണി, കാർഷിക മേഖല, ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ അടക്കമുള്ള മറ്റ് മേഖലകളിലെ പൊതുവിലുണ്ട്. പക്ഷേ കേരളത്തെ സ്പെസിഫിക് ആയി പറയുമ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച മേഖലകളിലേക്ക് തന്നെയാണ് ഈ വെല്ലുവിളി കിടക്കുന്നത്. അതുകൊണ്ട് ചെറുതല്ല, അതിഗുരുതരമാണ് സാഹചര്യം. ശരിയാണ് സജിത്ത്. എന്തായാലും പ്രത്യക്ഷമായി ബാധിക്കുന്നത് ഏതാണ്ട് 5-6 മേഖലകളെയാണ്. പക്ഷേ പരോക്ഷമായി നിരവധി മേഖലകളെ ബാധിക്കും. അമേരിക്ക ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഇറക്കുമതി ചുങ്കം കൂട്ടിയതിലൂടെ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുമാത്രമല്ല, ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെ വില കൂടുവാനും പരോക്ഷമായിട്ട് ഇത് കാരണമാകും. വിദേശ നാണ്യ ലഭ്യത കുറഞ്ഞു വരും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇത് രൂപയുടെ മൂല്യം ഇടിയുവാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. അതിനാൽ തന്നെ ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്കും വില കൂടും. അങ്ങനെ മാർക്കറ്റിൽ പൊതുവെ വിലക്കയറ്റം ഉണ്ടാകുവാനുള്ള കാരണമാകും. അതേപോലെ തന്നെയാണ് ഏറ്റവും പ്രധാനം, തൊഴിൽ നഷ്ടം ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതാണ്. സജിത്ത് സൂചിപ്പിച്ച ആ മേഖലകളിൽ ഉൽപ്പാദനം കുറയും. കാരണം കയറ്റുമതി കുറയുന്നത് കൊണ്ട് അതിൻ്റെ ഫലമായിട്ട് തൊഴിൽ ലഭ്യത കുറയും. പിരിച്ചുവിടൽ ഭീഷണി പോലും നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് തുണിത്തരങ്ങളുടെ ബിസിനസ്സിനെ, ഒപ്പം ഏലം, കുരുമുളക്, കാപ്പി, തേയില തുടങ്ങിയ കയറ്റുമതിയെയും സാരമായി തന്നെ ബാധിക്കും. കശുവണ്ടി കയറ്റുമതിയെ ബാധിക്കും. അതോടൊപ്പം തന്നെയാണ് സമുദ്രോൽപ്പന്നങ്ങളുടെ കയറ്റുമതി. ഇന്ത്യക്ക് വിദേശ നാണ്യം നേടിത്തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കയറ്റുമതികളിൽ ഒന്നായ വിദേശ നാണ്യ മേഖലയെയും വളരെ ഗുരുതരമായിട്ട് ട്രംപിൻ്റെ ഈ താരിഫ് വർധന ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇതേക്കുറിച്ചുള്ള വിലയിരുത്തലുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ